പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 2 മാസമായി നിങ്ങൾ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി കിട്ടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കുന്നത് നിങ്ങളുടെ അധ്യാപകരാണ്. അതിനായി അവർ സ്കൂളിൽ ഗ്രൂപ്പുകൾ വഴി നിങ്ങളുടെ പഠനത്തിന് സഹായവും നൽകുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഹാർദമായി സ്വാഗതം ചെയ്യും. എല്ലാവരും തയ്യാറായല്ലോ? പുസ്തകവും നോട്ട്ബുക്കും എടുത്തുവല്ലോ? പേനയും വെച്ചോളൂ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ടാണ് നാം ഹം സബ് സുമൻ ഏക് ഉപവൻ കെ കവിതയുടെ ആശയം പഠിച്ചത്. मेरे प्यारे छात्रों, हम सब सुमन एक उपवन के कविता का आशय आपने अच्छी तरह समझ लिया है ना? क्या है उसका आशय? बोलिए. हाँ, मिलजुल कर रहने से ही दुनिया का कल्याण होता है. मिलजुल कर रहने से ही दुनिया का कल्याण होता है. अर्थात एकता से रहने से ही दुनिया का, संसार का कल्याण होता है. കവി പറഞ്ഞതിന്റെ ആശയം ഇതാണ്: ഒരുമയോട് ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിന് നന്മ ഉണ്ടാകുന്നത്. ലോകത്തിന്റെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്നും കവി ഈ കവിതയിലൂടെ പറയുന്നു. उपवन के फूल कहते हैं हम सबकी धरती एक है. हमारा जन्म इस धरती की मिट्टी में हुआ है. धूप और जल एक जैसे हमें मिले हैं. हवा के झूलों में झूलकर हम बड़े हुए. अच्छा बताइए, यहां सुमन किसका प्रतीक है? हाँ, यहां सुमन मनुष्य का प्रतीक है. किसका प्रतीक है? मनुष्य का प्रतीक है. മനസ്സിലായോ കുട്ടികളെ? ഇവിടെ പൂക്കളെ മനുഷ്യരുടെ പ്രതീകമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. പൂക്കളെ പോലെ എല്ലാ മനുഷ്യരും ജനിച്ചത് ഈ മണ്ണിലാണ്. മഴയും വെയിലും ഒരുപോലെയാണ് എല്ലാവരിലും പതിക്കുന്നത്. കാറ്റിന്റെ തൊട്ടിലിൽ ആടിയാണ് പൂക്കൾ ഈ പൂന്തോട്ടത്തിൽ വളർന്നത്. अच्छा, तो ये बताओ, उपवन किसका प्रतीक है?
സംസാർ കാ. ഇവിടെ പൂന്തോട്ടം എന്ന് കവി ഉദ്ദേശിക്കുന്നത് ഈ ലോകമാണ്. बगीचे के फूल कहते हैं हमारे रंग और रूप अलग अलग है. लेकिन एक साथ रहने के कारण ही ये बगीचा सुंदर है. फूल कहते हैं हमारा माली एक है. हम एक आकाश के नीचे रहते हैं. നോക്കൂ കുട്ടികളെ, ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് കവി പൂക്കളിലൂടെ മനുഷ്യർക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള സന്ദേശം തരുന്നത്. വ്യത്യസ്തമായ തടങ്ങളിൽ വളരുന്ന ചെടികളിൽ പല നിറത്തിലുള്ള പൂക്കളാണ് പൂക്കുന്നത്. എങ്കിലും ഇവയെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് പൂന്തോട്ടത്തിന്റെ ശോഭ വർദ്ധിക്കുന്നത്. അതുപോലെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്നാലേ ഈ ലോകത്തിന് നന്മയുണ്ടാവുകയുള്ളൂ. भूल क्या कहते हैं? सुनो, हमारा सूरज एक है. क्या है? हमारा सूरज एक है. उसकी किरणों से कलियां खिलती है. उसकी किरणों से कलियां खिलती है. चांद एक है. उसकी चांदनी हमें नहलाती है. चांद एक है, उसकी चांदनी हमें नहलाती है. भ्रमरों के स्वर एक जैसे हैं. भ्रमरों के स्वर एक जैसे हैं. कवि चाहते हैं कि मनुष्य के स्वर भी एक जैसा हो, अर्थात हम सब मिलजुल कर रहे, एकता से रहे. कैसे? मिलजुल कर रहे और एकता से रहे. अच्छा, तो आपने कविता का आशय समझ लिया है ना? ठीक है, तो ये देखो, ये वर्कशीट देखो. सही मिलान करे. यहां दो तालिकाओं में कुछ वाक्य लिखे हैं. आपको सही अर्थ वाले वाक्य को चुनकर लिखना है. पहले मैं इसे पढ़ता हूं. देखो, पहले बॉक्स में लिखा है हमारा चांद भी, सूरज की किरणें, चांद की चांदनी, हमारा एक ही, भ्रमरों के गुंजन. अच्छा, अब दूसरे बॉक्स में क्या लिखा है देखें. सूरज है, मीठे हैं, एक है, कली खिलाती है, सबको नहलाती है. देखिए, इन पंक्तियों का आशय तो आप जानते हैं ना. फिर भी देखिए, एक वाक्य मैं कहता हूं, हमारा चांद भी एक है. सही है ना? हमारा चांद भी एक है. ठीक है, आप भी इसी तरह लिखिए. अगर कोई शंका हुई तो अपने अध्यापक से पूछकर सुधार कर सकते हो. ठीक है.
अच्छा बच्चों, हमने देखा उपवन की सुंदरता विभिन्न प्रकार के फूल, फल, रंग, जीव जंतु आदि के कारण है। वहां सब एक साथ रहते हैं। പൂക്കളും പഴങ്ങളും ജീവജാലങ്ങളും നിറങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പൂന്തോട്ടത്തിന് സൗന്ദര്യമുള്ളത്. ഇതുപോലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ഉണ്ടോ? हाँ, क्या है? पहाड़. सही कहा, पहाड़. पहाड़ क्या है? पर्वत. पहाड़ में क्या क्या है? പറയൂ. पर्वतिल എന്തൊക്കെയാണുള്ളത്? हाँ, छोटे बड़े पेड़ पौधे, चिड़िया, छोटे जानवर, नदियां, झरने, हवा. हाँ, ये सब पहाड़ को सुंदर बनाते हैं. പർവ്വതത്തെ സുന്ദരമാക്കി തീർക്കുന്നത് അവിടെ വസിക്കുന്ന ജീവജാലങ്ങളും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ചെറുതും വലുതുമായ മരങ്ങളാണ്. अच्छा, अब देखिए हमारा संसार. നോക്കൂ കുട്ടികളെ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും. ഇതാ നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം വിളിച്ചൊതുന്ന വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ധരിച്ച സഹോദരങ്ങൾ. വ്യത്യസ്തമായ ഉത്സവങ്ങൾ, സന്തോഷവും ഐക്യവും സാഹോദര്യവും പ്രകടമാക്കുന്ന ആചാരങ്ങൾ, നന്മകളാൽ സമൃദ്ധമായ നമ്മുടെ ഗ്രാമങ്ങൾ, പുതുമയും വികസനവും കുതിച്ചു പായുന്ന നഗരങ്ങൾ, മനോഹരങ്ങളായ പർവ്വതങ്ങൾ, സ്നേഹപ്രവാഹങ്ങളായ നദികൾ, പക്ഷികൾ, മൃഗങ്ങൾ, അവ വസിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള വനങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ലോകം. आपने क्या देखा? बोलिए. हाँ, कितने ही प्रकार के लोग हैं, विभिन्न काम करने वाले हैं, भिन्न वेश पहनने वाले हैं. आचार है, उत्सव है, गांव है, शहर है, पहाड़ है, नदियां हैं, तालाब है, पानी है, जानवर है, जंगल है, सब कुछ है ना. ये सब संसार के सुबन है, हमारे देश के फूल है. क्या है? ये सब संसार के सुमन है, यानी हमारे देश के फूल है. तो बच्चों, आपने इस कविता को अच्छी तरह से समझ लिया होगा, है ना? एक बात और देखें, मैं एक गीत आपको सुनाता हूं. क्या आपने एक गीत कभी सुना है?
सुनो। मिले सुर मेरा तुम्हारा तो सुर बने हमारा, सुर की नदियां हर दिशा से बह के सागर में मिले, बादलों का रूप लेकर बरसे हल्के हल्के, मिले सुर मेरा तुम्हारा तो सुर बने हमारा। एक गीत और भी है। एक गीत भारत की एकता पर आधारित है। एक गीत में भारत की कई ഭാഷാओं का സമാഗം है. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം വിളിച്ചോതുന്ന ഈ ഗാനം അതിമനോഹരമാണ്. വിവിധ ഭാഷകളിലെ വരികൾ ചേർത്തിട്ടുള്ള ഈ ഗാനം ശരിക്കും നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ മഹത്തായ സന്ദേശമുണ്ടല്ലോ, അത് ഈ ലോകത്തിന് മുന്നിൽ വെക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഗാനം കേൾക്കണം. നിങ്ങളുടെ അധ്യാപകർ ഈ പാട്ട് കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കി തരും. ഇനി നമുക്ക് ഒരു വർഷീറ്റ് കൂടി നോക്കിയാലോ? അച്ഛാ, നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 22-ൽ ഭാവ് ലിഖേ എന്ന തലക്കെട്ടിൽ കവിതയുടെ 4 വരികൾ 2 ഭാഗങ്ങളായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കുട്ടികൾ അത് ഓർമ്മിക്കുമല്ലോ. ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഒന്ന് നോക്കൂ, ഞാൻ വായിക്കാം. മിലേ ഏക് സേ സ്വർ ഹംകോ ഹൈ ഭ്രമരോ കെ മീഠേ ഗുഞ്ചൻ സേ. മിലേ ഏക് സേ സ്വർ ഹംകോ ഹൈ ഭ്രമരോ കെ മീഠേ ഗുഞ്ചൻ സേ. എന്താണ് ഇതിൻ്റെ ആശയം? നോക്കൂ, कवि कहते हैं सभी भ्रमरों की आवाज़ें हमें एक जैसी लगती हैं, हमें भी ऐसे ही मीठे सुर से बातें करनी चाहिए, सब लोग मिलजुल कर रहें, इसी में कल्याण है. നോക്കാം ഒന്നുകൂടെ. कवि कहते हैं सभी भ्रमरों की आवाज़ें हमें एक जैसी लगती है, हमें भी ऐसे ही मीठे सुर से बातें करनी चाहिए, सब लोग मिलजुल कर रहें, इसी में कल्याण है. എന്താ ഇതിൻ്റെ ആശയം? കവി എന്താ ഉദ്ദേശിക്കുന്നത്? പൂന്തോട്ടത്തിലെ എല്ലാ വണ്ടുകളുടെയും മൂളൽ നമുക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. അതിൻ്റെ ശബ്ദം വളരെ മധുരവുമാണ്. അതുപോലെ എല്ലാ പേർക്കും ഇഷ്ടമാകുന്ന രീതിയിലാകണം നമ്മുടെ സംസാരവും പെരുമാറ്റവും. ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് നന്മ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ നന്മയ്ക്ക് ഐക്യമാണ് ഏറ്റവും ആവശ്യം. ഇതാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലായി കാണുമല്ലോ. ശരി, ഇനി നമുക്ക് ഒരു വർഷീറ്റ് കൂടി നോക്കിയാലോ? अच्छा, कविता बार बार पढ़कर वर्कशीट पूरा कर सकते हैं. देखिए क्या है वर्कशीट? समान अर्थ वाले शब्द कविता से चुनकर लिखे. ये आपकी पुस्तक की पन्ना संख्या 22 में है. देखिए पन्ना संख्या 22 देखे ना. समान अर्थ वाले शब्द कविता से चुनकर लिखे. भूल, सूर्य, बगीचा, भूमि, भंवरा, चंद्रिका, पानी, हवा, आकाश. इसे तो आप अच्छी तरह लिखेंगे ना? बहुत अच्छा.
तो आपने कविता का आशय समझ लिया है ना? ठीक है, सुनो। एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम, मिली न एक ही धूप हमें है, सींचे जाए एक जल से हम, पले हुए हैं झूल झूल कर, पलनों में हम एक पवन के, हम सब सुमन एक पवन के, हम सब सुमन एक पवन के। रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, लेकिन हम सब से मिलकर ही इस उपवन की शोभा सारी। एक हमारा माली हम सब रहते नीचे एक गगन के, हम सब सुमन एक उपवन के, हम सब सुमन एक उपवन के। सूरज एक हमारा जिसकी किरणें उसकी कली खिलाती, एक हमारा चांद चांदनी जिसकी हम सब को नहलाती, मिले एक से सुर हमको है भ्रमरों के मीठे गुंजन से, हम सब सुमन एक पवन के, हम सब सुमन एक പവൻ കേ. കുട്ടികളെ, അങ്ങനെ നമ്മൾ ആദ്യ യൂണിറ്റിലെ 2 പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു. ഗുൽമോഹർ കെ പേട് കാ ജന്മദിൻ, ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. എന്നാൽ ഈ 2 പാഠഭാഗത്തെ ചില ഭാഷാ പ്രയോഗങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. നമുക്കൊരിക്കൽ കൂടി ആ പാഠങ്ങളിലൂടെ കടന്നു പോയാലോ? എങ്കിൽ പഠിപ്പിച്ച ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.